മോട്ടു പതലു, ഞാൻ 100 കാറുകളുടെ മുകളിലൂടെ ബൈക്ക് ഓടിച്ച് വേൾഡ് റെക്കോർഡ് ഇടാൻ പോവാണ്. ഇതിനെ വൃത്തിയാക്ക്. ആൾക്കാർ നോക്കിക്കൊണ്ടേ ഇരിക്കണം. ഓക്കേ സർ. ഇത് 5 കോടി രൂപയുടെ ബൈക്കാ. ഇതിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പണം നിങ്ങളിൽ നിന്നും ഈടാക്കും. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഞങ്ങൾ നിങ്ങളുടെ ബൈക്ക് ഞങ്ങളുടെ ജീവനേക്കാൾ അധികം നോക്കും. കുറച്ച് സമയത്തിന് ശേഷം നിനക്ക് 100 കാറിന്റെ മേലെ ജമ്പ് ചെയ്യാനുള്ളതാണ്. ഒന്ന് റെസ്റ്റ് എടുത്തോളൂ. പത്ലു, വരൂ, ഈ ബൈക്കിലൊന്ന് കയറി നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. എന്തേ? എന്റെ മോട്ടു, ബൈക്കിനെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ 5 കോടി കൊടുക്കേണ്ടി വരും. പത്ലു, ഒന്നും സംഭവിക്കില്ല. നമുക്ക് ചെറുതായിട്ടൊരു റൗണ്ട് പോയിട്ട് വരാംന്നേ. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഇതുപോലെ ഒരു ബൈക്കിൽ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടുമോ എന്തോ. എന്നാ പിന്നെ വാ, നമുക്ക് ചെറിയൊരു റൗണ്ട് അടിക്കാം. വരൂ, നമുക്ക് നല്ല ചൂടുള്ള സമൂസകൾ കഴിക്കാം. ഇതെന്താ, ഇതിന്റെ ബ്രേക്ക് പിടിക്കുന്നില്ലല്ലോ പത്ലു. ബൈക്ക് നിർത്താൻ പറ്റുന്നില്ല. മോട്ടു, വേഗം ഇഞ്ചൻ ഓഫ് ചെയ്യ്, എന്നിട്ട് താക്കോൽ എടുക്ക്. അതിന് താക്കോല് കാണുന്നില്ലല്ലോ. പിന്നെ ഇതിന്റെ എഞ്ചിൻ എങ്ങനെ ഓഫ് ചെയ്യണമെന്ന് അറിയില്ല. പത്ലു, വേഗം എന്തെങ്കിലും ചെയ്യ്. വെറും ബൈക്കിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ, ചിങ്കം സാറിനെ വിളിക്കാം. അദ്ദേഹത്തിന് അറിയും ഇതെങ്ങനെ നിർത്താന്ന്. ഹലോ, വണ്ടി നിൽക്കുന്നില്ല. ചിങ്കം സാറെ, രക്ഷിക്കൂ. ഈ ബൈക്കിന് നിർത്താൻ പറ്റുന്നില്ല. രണ്ടാളും എന്റെ മോട്ടോർ ബൈക്കിലേക്ക് ചാടിക്കോളൂ. ചിങ്കം സാറെ, ആ ചാട്ടത്തിന് 5 കോടിയുടെ വില കൊടുക്കേണ്ടി വരും. കാരണം ഈ ബൈക്കിന് എന്തെങ്കിലും സംഭവിച്ചാ ബൈക്കിന്റെ മുഴുവൻ പൈസയും വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അതിന്റെ ഓണർ. എന്റെ അമ്മോ, 5 കോടിയുടെ ബൈക്കോ? ഞാൻ ഇപ്പൊ തന്നെ സഹായിക്കാം. ഈ വണ്ടി ഞാൻ നിർത്തിരിക്കും. എന്റെ അമ്മോ, നിർത്തണേ. എന്റെ കാലുകൾ, എനിക്ക് വേദനിച്ചിട്ട് വയ്യ. നിർത്താൻ അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ഞങ്ങൾ ഫോൺ ചെയ്ത് വിളിക്കുമായിരുന്നു. ഇത് ഞങ്ങൾ പറയുന്നത് പോലെയൊന്നും അല്ല പോകുന്നത്. തന്റെ ഇഷ്ടപ്രകാരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവല്ലേ. എനിക്ക് തോന്നുന്നത് ഇതിൽ ഓട്ടോ ഡ്രൈവിംഗ് സിസ്റ്റം ഉണ്ടെന്നാ. അതിന് ഇഷ്ടമുള്ള പോലെ അത് പോവാന്നാ തോന്നുന്നേ. എന്റെ അമ്മോ, വണ്ടി നിർത്ത. കണ്ടില്ലേ നടു റോഡിലെ ലാമ്പ് പോസ്റ്റ്? മമ്മി, രക്ഷിക്കണേ. എന്റെ അമ്മച്ചി. ചിങ്കം സാറേ, അതാ നോക്ക്, റോഡിലതാ ലാമ്പ് പോസ്റ്റ്. എടോ, അതല്ല ഞാൻ ഇത്രയും നേരം തൊള്ളിട്ടോണ്ട് ഇരുന്നത്. കാണുന്നു ലാമ്പ് പോസ്റ്റ്. എന്റെ അമ്മോ, രക്ഷിക്കണേ. മോട്ടു, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. നീ കാരണം എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത്. പത്ലു, വെറും ബൈക്കിലും. ഒന്ന് നിർത്ത നിന്റെ ഈ വെറും വയറ്റിലെ വർത്താനം. ഇത് നമ്മുടെ ജീവൻ വെച്ചുള്ള കളിയാണ്. അപ്പോഴും നിനക്ക് നിന്റെ വയറാണോ വലുത്? ഹലോ ഡോക്ടർ ജഡ്ക. ഓക്കെ ഗസീട്ടറ, മോട്ടോർ ബൈക്ക് മരത്തിന് താഴത്തൂടെ പോകുമ്പോ നമ്മൾ അതിലേക്ക് എടുത്തു ചാടണം. പിന്നെ ഞാൻ നോക്കിക്കോളാം ബൈക്ക് എങ്ങനെയാ നിർത്തേണ്ടതെന്ന്. പൊളിച്ചടുത്തല്ലോ. ഈ മോട്ട് കാരണം എപ്പോഴും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാണ്. എന്റെ 20 കൊല്ലം അനുഭവത്തിൽ ഇങ്ങനൊരു കൂട്ടുകാരൻ എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. ഡോക്ടർ ചക്ക, ചാടിക്കോളൂ.
ഏട്ടാ എന്നാ വേണം? വണ്ടി വേണോടോ? പതുക്കെ പതുക്കെ. വണ്ടിയുടെ സ്പീഡ് ഒന്ന് കുറയ്ക്കേ മോട്ടു. പതുക്കെ ഓടിക്കേ, അല്ലെങ്കിൽ ബൈക്ക് വണ്ടിക്കകത്ത് കേറി ഞാൻ. എന്റെ ദൈവമേ, ആ ബൈക്കിനെ ഒന്ന് നിർത്തിത്തായോ, ഇല്ലെങ്കിൽ 5 കോടി ഞങ്ങൾക്ക് 7 ജന്മം കഴിഞ്ഞാലും കൊടുക്കാൻ പറ്റില്ലേ? ഈ സാൻഡ് ബാഗ് ഇങ്ങനെ വെക്കുന്നോണ്ട് ബൈക്കിന് കുഴപ്പമൊന്നും പറ്റില്ലല്ലോ. നീ വിഷമിക്കരുത് മോട്ടു, ബൈക്കിനെ നിർത്താൻ സാധിക്കും ചെയ്യും, അതിന് കുഴപ്പമൊന്നും പറ്റൂല. ഞങ്ങളുടെ പോലീസ് ട്രെയിനിങ്ങിൽ ഈ സാൻഡ് ബാഗ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. Stop in the name of law. മോട്ടു പത്ലു, ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. സ്റ്റോപ്പ്. നിർത്താൻ അറിയായിരുന്നെങ്കിൽ നിങ്ങളെയൊക്കെ പിന്നെ എന്തിനാ ഞങ്ങളെ വിളിച്ചത്? വേഗം ഇത് നിർത്താനുള്ള വഴി ആലോചിക്കേ. എന്റെ പൊന്നെ, ഒന്ന് നിൽക്കൂ. എന്തിനാ ഞങ്ങളെ ഇങ്ങനെ പേടിപ്പിക്കുന്നേ? ഞാൻ നിനക്ക് 10 ലിറ്റർ പെട്രോൾ അടിച്ചു തരാണോ? 10 ലിറ്റർ. 10 ലിറ്റർ പെട്രോളിന്റെ കാര്യം വിട്ടിട്ട് നീ ആലോചിക്ക 5 കോടി എങ്ങനെ കൊടുക്കാന്ന്. 5 രൂപ പോലും എടുക്കാനില്ലാത്ത ഞാനാണോ 5 കോടി കൊടുക്കാൻ നിൽക്കുന്നേ? എനിക്ക് തെറ്റ് സംഭവിച്ചു പോയ എന്റെ അമ്മേ, എന്റെ ചേച്ചി, എന്റെ അമ്മൂമ്മേ, ഒന്ന് നിൽക്കുകൂട്ടാ. നിന്റെ ഈ വിദ്യ വർക്കൗട്ട് ആവുന്ന എനിക്ക് തോന്നുന്നില്ല. പൊളിച്ചെടുത്തല്ലോ. വലട്ട് മീൻ പിടിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ഇത് വെറും മോട്ടോർ ബൈക്കല്ലേ, അങ്ങനെയൊന്നും ഇതിന് രക്ഷപ്പെടാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഈ വല കൊണ്ട് മോട്ടോർ ബൈക്കിനെ പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ടോ എത്ര സ്പീഡിലാ വരുന്നെന്ന് മുറുക്കി പിടിച്ചോ. എന്റെ അമ്മോ. ആ മോട്ടു പത്ലു എന്റെ ബൈക്ക് എടുത്തോണ്ട് എവിടെയൊക്കെയാ പോയത്? ഞാൻ ഇപ്പൊ തന്നെ പോലീസിൽ ഫോൺ ചെയ്യാം. ഹലോ ചിങ്കൻ സാർ, ഞങ്ങളുടെ ബൈക്ക് കാണാതായിരിക്കുന്നു. മോട്ടും പത്ലും അത് എടുത്തോണ്ട് കടന്നു കളഞ്ഞിരിക്കുക. ചിങ്കം സാർ അത് എത്രയും പെട്ടെന്നൊന്ന് കണ്ടെത്തി തരണം. ഹലോ ചിങ്കം സാർ, ചാമ്പ്യൻഷിപ്പ് തുടങ്ങാറായി. പെട്ടെന്ന് എന്റെ ബൈക്ക് എടുത്ത് വരാമോ? എന്റെ അമ്മോ, ബൈക്ക് ഞാൻ എടുത്തോണ്ട് വരേ, അതല്ല ഞങ്ങൾ എടുത്തോണ്ട് പോകുന്നത്. എന്ന് വെച്ചാ അത് നോക്കൂ, നിന്റെ ബൈക്കല്ലേ ആ വരുന്നത്? കൂട്ടുകാരെ, 100 കാറിന്റെ മുകളിലൂടെയുള്ള അഭ്യാസ പ്രകടനമാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. പക്ഷെ അഭ്യാസത്തിനുള്ള ബൈക്ക് കാണുന്നില്ല. അങ്ങോട്ട് നോക്കൂ, അതാ വരുന്നു ബൈക്ക്. ആരും ബൈക്ക് പറത്തി വരുന്നുണ്ട്. ഇതൊരിക്കലും പറ്റില്ല, ഇതൊരിക്കലും സാധ്യമല്ല. ഇത് എങ്ങനെ സാധ്യമാവാനാ? ബൈക്കിന്റെ പുറകിൽ വേറെയും ആരൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. ഇത് എങ്ങനത്തെ റെക്കോർഡ് അവർ ഇടാൻ പോകുന്നു? ജമ്പ് ഓവർ. അടുത്ത റൈഡിന് റെഡി. പൊളിച്ചടിക്ക്. വളരെ മനോഹരമായിരുന്നു. ഇതാ നിങ്ങൾക്കുള്ള ട്രോഫി. നിങ്ങൾ വേറെ റെക്കോർഡ് അടിച്ചിരിക്കുകയാണ്. താങ്ക് യു. എന്റെ ബൈക്ക് മോഷ്ടിച്ചോണ്ട് പോയി. വെറുതെ വിടില്ല ഞാൻ. ഒന്നും മിണ്ടാതിരിക്കാമോ? അവൻ വേൾഡ് ചാമ്പ്യനാണ്. ആരും നിന്റെ കൂടെ നിൽക്കില്ല. വരൂ, ഈ ട്രോഫിയുടെ കൂടെ മോട്ടോർ ബൈക്കിലിരുന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. പോസ് കൊടുക്കേ, എല്ലാവരും പോസ് കൊടുക്കേ. Watch India's largest kids library only on Jio Hotstar. Download the app now.